തുടക്കത്തിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വിജയപ്രതീക്ഷയാണ് UDF ജനങ്ങളുമായി അടിച്ചടയ്ക്കപ്പെടേണ്ടിയപ്പോ വാർഡുകളിലേക്കും ബൂത്തുകളിലേക്കും മണ്ഡലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് നല്ല ശുഭപ്രതീക്ഷയിലാണ്. പറയാതെ കൊടുക്കട്ടെ, നിയമത്തിലേക്ക് പോട്ടെ. പക്ഷെ കാഫർ സ്ക്രീൻഷോട്ട് നിന്ന പോലെ നിൽക്കരുത്. കാഫർ സ്ക്രീൻഷോട്ട് ഷാഫിയുടെ വിജയം ഉറപ്പായപ്പോ വന്നതാണ്. അതേക്കുറിച്ച് അന്വേഷണം നടത്തി സൈബർ സഖാക്കളെ മുഴുവൻ തിരിച്ചറിഞ്ഞു. അതിന്റെ ഉറവിടത്തിലേക്ക് ചെന്നപ്പോ വലിയ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരിലേക്കാണ്, അവരുടെ കുടുംബങ്ങളിലേക്കാണ് മനസ്സിലായപ്പോ അന്വേഷണം നീണ്ടു. അതുപോലെ ഈ സ്ഥാനാർത്ഥിയുടെ ഇടതുമുന്നണിയുടെ സംസ്ഥാന കൺവീനറാണ്, 3 തവണ അവിടെ MLA ആയ വ്യക്തിയാണ്. പരാജയം കൺമുമ്പിൽ കണ്ടപ്പോൾ ഇബ്രാഹിണ്ടായിട്ടുണ്ടാകാം. അതിന്റെ ഫലമായി വന്ന വ്യാജ ജാതീയമായ വംശീയമായ ആരോപണങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കട്ടെ നീതിപൂർവ്വം. ഇല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, ഞങ്ങൾ അന്വേഷിച്ചോളാം. ഏതായിരുന്നാലും ഈ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിന് പകരം വെക്കാൻ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി ഫാത്തിമയുടെ മേലിൽ ആരോപണം കൊടുത്ത് നടക്കുന്നുണ്ട്. അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. ഇടതുപക്ഷത്തെ പോലെ ഞങ്ങൾക്ക് അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല.